പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. അടുത്ത ദിവസവും അമ്മാള് ഹോസ്പിറ്റലിൽ പോയി. അന്നു പക്ഷേ ഡോണും അവളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തലേദിവസം മുഴുവനും അവൾ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവൻ വഴക്കു പറഞ്ഞാണ് 5 മണിയായപ്പോൾ അവളെ പറഞ്ഞു വിട്ടത്. രാത്രിയോടെ മമ്മിയും എത്തി. പക്ഷെ മമ്മിയോട് മാളു വന്ന കാര്യമൊന്നും അവൻ പറഞ്ഞില്ല. കൃത്യം 8 മണിയായപ്പോൾ അവൾ എത്തിയത്. ഡോൺ അവളോട് തലേദിവസം പറഞ്ഞു മമ്മി ചാപ്പലിൽ പോകുന്ന സമയം കണക്കാക്കി വരാൻ. അതുകൊണ്ടാണ് അവൾ അപ്പോഴെത്തിയത്. വന്നപാടെ അവൾ ഡോണിൻ്റെ കൈയെടുത്ത് അതിൽ ഒരു മുത്തം കൊടുത്തു. വേദന കുറവുണ്ടോ? താൻ വരുന്നത് മമ്മി എങ്ങാനും കണ്ടോ? ഇല്ല ഡോൺ, ഞാൻ ശ്രദ്ധിച്ചാ വന്നത്. ഡോൺ എന്തെങ്കിലും കഴിച്ചോ? പുട്ടും കടലക്കറിയും കഴിച്ചു. താനോ? ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് വിശപ്പില്ലായിരുന്നു. ശോ, താൻ കഴിക്കാതെയാണല്ലേ വന്നത്. ഇനി ഉച്ചവരെ എങ്ങനാടോ? അതൊന്നും സാരമില്ല, ഞാൻ മിക്കവാറും ഇങ്ങനെയാ. അവൾ ചിരിച്ചു. മാളു, കാലത്തെ ഫുഡ് കഴിക്കാതെ പോകരുത് കേട്ടോ. അത് പിന്നീട് പല പല പ്രശ്നങ്ങളുണ്ടാക്കും. ആ, ഓക്കെ ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൾ പെട്ടെന്ന് സീരിയസ് ആയി. എന്താടോ? അവനും അല്പം ആകാംക്ഷയായി. അത് പിന്നെ ഡോൺ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ? എന്താണ് മാളു? ഡോൺ ഡിസ്ചാർജായി തിരികെ വീട്ടിലേക്ക് പോകാതെ കോളേജിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വെക്കാമോ? എന്നിട്ട് കോളേജിൽ വരികയും ചെയ്യാം. ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? സോറി മാളു, ഞാൻ ഇനിയില്ല. എൻ്റെ ഈ അവസ്ഥയിൽ നീ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു വന്നു. പിന്നീട് മാളു ഒന്നും പറഞ്ഞില്ല. എല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട സമയമായിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഡോൺ. അവൾ മെല്ലെ അവനെ തോണ്ടി വിളിച്ചു. അവൻ അവളെ നോക്കി വിഷാദത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞത് വിഷമായില്ലേ? ഇല്ലടോ, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? അതെ, ഇനി അതൊക്കെ ഓർത്ത് സങ്കടപ്പെടാതെ ഈ സുന്ദരിയായ പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നതോർത്ത് സന്തോഷിക്ക്. അവൾ സ്റ്റൈലിഷായി അവനോട് പറഞ്ഞു. അത് കണ്ടതും അവൻ ചിരിച്ചു. ഡോൺ, മമ്മി വരാറായി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് മെസ്സേജ് അയക്കണേ. പുതിയ ഫോണിൽ എല്ലാം സെറ്റ് ചെയ്തല്ലോ അല്ലേ? അയക്കാം. താൻ പൊയ്ക്കോ, നേരം വൈകും. അവൻ്റെ കവളിലൊരു മുത്തം കൊടുത്തിട്ട് അവൾ യാത്ര പറഞ്ഞിറങ്ങി. മാളു, സൂക്ഷിച്ചു പോണം കേട്ടോ, അവൻ വിളിച്ചു പറഞ്ഞു. അവൾ തള്ളവിരൽ ഉയർത്തി കാണിച്ച് അവനൊരു ഫ്ലൈയിങ് കിസ് കൂടി കൊടുത്തു. ഗൗരിയാണെങ്കിൽ കാലത്തെ തന്നെ ഹരിയുടെ ഫോണിലേക്ക് ഒരു ഹായ് സെൻഡ് ചെയ്തു. പക്ഷെ അവൻ ഓൺലൈനിലില്ലായിരുന്നു. ഇന്നലെ അവനോട് സംസാരിച്ചതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഉണർവ് തോന്നി. അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു. അവൻ്റെ റോസാ പുഷ്പങ്ങളൊക്കെ പൂവിടാൻ മടിയായിട്ട് നിൽക്കുന്നു. ഹരിയില്ലാത്തോണ്ട് നിങ്ങൾക്കും വിഷമമുണ്ടല്ലേ? പിന്നെ എൻ്റെ കാര്യം പറയണോ? ഗൗരി ഒരു റോസാ ചെടിയോട് മെല്ലെ കിന്നാരം ചൊല്ലി. അപ്പോഴേക്കും അവളുടെ ഫോൺ ശബ്ദിച്ചു. ഹരിയാവും. അവൾ ഓടി നോക്കിയപ്പോൾ നന്ദുവാണ്. അവളുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നി. ഹലോ നന്ദു. ആ ഗൗരി, പനി കുറഞ്ഞോടി? കുറഞ്ഞു. നീ എന്തെടുക്കുവാ? ഞാൻ വെറുതെ ഇരിക്കുവാ നന്ദു. നീയോ? ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. നീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഞാൻ വിഷമിച്ചു പോയി. അഭിയേട്ടൻ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടി. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും ഒന്നും സത്യമല്ല നന്ദു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലോകത്തു നിന്നും ഓടി ഒളിക്കാനാ തോന്നുന്നത്. ഗൗരി, നിനക്കെന്നോട് ദേഷ്യമുണ്ടോടി? നീ എന്നെ വെറുക്കല്ലേ? ഞാൻ എന്തിനടി നിന്നെ വെറുക്കുന്നത്? നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോലെ. ഏയ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നന്ദു. ഇതൊക്കെ എൻ്റെ വിധിയാ. പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാകും ചിലപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഗൗരി, നന്ദുവിന് സങ്കടം വന്നു. ആ, ഇന്നലെ നീ വിളിച്ചു വെച്ച ശേഷം അഭിഷേക് എന്നെ വിളിച്ചു. നിന്നെയോ? എന്തിനാടി? ഹരി പറഞ്ഞിട്ട്. എനിക്ക് സുഖമില്ലെന്നും എൻ്റെ ക്ഷേമം തിരക്കണമെന്നും ഹരി പറഞ്ഞു. അതിനുവേണ്ടി വിളിച്ചതാ. ഡി ഗൗരി, ഹരിയേട്ടൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അഭിയേട്ടനും നീ തമ്മിൽ ഇഷ്ടമാണെന്നാണോ?
അതേടി, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനും പറഞ്ഞിരുന്നല്ലോ എനിക്കൊരാളെ ഇഷ്ടാണെന്ന്. ഗൗരി, നീ നിനക്കെല്ലാം തുറന്നു പറഞ്ഞുകൂടെ? പാവം ഹരിയേട്ടൻ. അതേടി, ഹരി പാവമായതുകൊണ്ടാണ് ഞാനൊന്നും പറയണ്ടെന്ന് വെച്ചത്. ഞാൻ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതോ. ഹരിക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ. പാവമല്ലടി എൻ്റെ ഹരി. ഗൗരി കരയുകയാണെന്ന് നന്ദുവിന് തോന്നി. ഗൗരി, മോളെ എപ്പോഴും വൈകിട്ടില്ല. സമയം ഇനിയുമുണ്ട്. നീ ഒന്നും ഒളിച്ചു വെക്കാതെ പറ ഗൗരി. വേണ്ട നന്ദു, നീയെന്നല്ല, ഈ ലോകത്തിൽ ആര് വന്നു പറഞ്ഞാലും ശരി, ഈ ഗൗരി ഇനി ഹരിക്ക് ഒരു ബാധ്യതയാവില്ല. ഹരി പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടും. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാമെന്നാണ് ഹരി പറഞ്ഞത്. ഗൗരി പ്ലീസ്. എടി, ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടിയിട്ട് നീ അത് കളഞ്ഞു കുളിക്കരുത്. പാവം ഹരിയേട്ടൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നന്ദു, ഓക്കെ, എന്ന് ഞാൻ വെക്കട്ടെ. ആരോ ഡോറിൽ തട്ടുന്നുണ്ട്. ഗൗരി പെട്ടെന്ന് ഫോൺ വെച്ചു. ദേവിയായിരുന്നു വെളിയിൽ. മോളെ, എങ്ങനുണ്ട്? കുറഞ്ഞമ്മേ, ഞാൻ എഴുന്നേക്കാൻ അല്പം വൈകി. അതൊന്നും സാരില്ല. ക്ഷീണമൊക്കെ പോയല്ലോ അല്ലേ? ആട്ടെ, ഹരിക്കുട്ടൻ വിളിച്ചോ മോളെ? ഇന്നലെ രാത്രിയിൽ അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ ഇന്ന് വിളിച്ചില്ലമ്മേ. ആ, ഇത്തിരി കഴിഞ്ഞ് വിളിച്ചോളും മോളെ, അവൻ തിരക്കായിരിക്കും. ദേവിയുടെ ഒപ്പം ഗൗരിയും താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഗൗരിക്ക് പനിയായതുകൊണ്ട് അവൾ നച്ചുവാവയെ അധികം എടുക്കാനൊന്നും പോയില്ല. ഇനി കുഞ്ഞിനെങ്ങാനും പകർന്നാലോ എന്ന് കരുതിയായിരുന്നു. എല്ലാവരും അവളോട് അസുഖ വിവരങ്ങൾ ചോദിച്ചു. ലേഖിപ്പിച്ച് കാലത്തെ തന്നെ അച്ഛൻ്റെ ഒപ്പം പോകാനായി ഇറങ്ങി വന്നു. മേനോൻ ഓഫീസിൽ പോകും വഴി അവരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പച്ചി പോവാണോ? അതെ മോളെ, ഇനിയൊരു ദിവസം നിങ്ങൾ അവിടേക്ക് വരണേ. അവൾ തലകുലുക്കി. വൈകാതെ അവർ യാത്ര പറഞ്ഞിറങ്ങി. കുറേ സമയം ഗൗരി അവിടെ അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ അവളുടെ ശ്രദ്ധ ഫോണിലേക്ക് മാറും. ഹരി വിളിച്ചില്ലല്ലോ എന്നോർത്ത് അവൾ സങ്കടത്തോടെ ഇരിക്കുന്നത് ദേവി കണ്ടു. സത്യത്തിൽ അവൾക്കപ്പോൾ സന്തോഷമാണ് തോന്നിയത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് മാറ്റം വന്നുവല്ലോ എന്നോർത്താണ് ദേവി ആശ്വാസത്തോടെ ഇരുന്നത്. ഏകദേശം 11 മണിയായി കാണും. ഹരി അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ഗൗരി. ഹരി എന്താ വിളിക്കാഞ്ഞത്? ബിസിയാണോ? അതെ ഗൗരി, അതാ ഞാൻ വിളിക്കാഞ്ഞേ. അതുപോട്ടെ, തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഹരി, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അവൾ ആകെ സന്തോഷത്തിലാണെന്ന് അവന് തോന്നി. ഹരി എപ്പോൾ വരും? ഒന്നും പറയാറായിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞ് പോയാൽ പോരെ തനിക്ക് വീട്ടിലേക്ക്? പെട്ടെന്ന് അവൻ ചോദിച്ചു. അത് കേട്ടതും ഗൗരിക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മുഴുവൻ വിളക്കണഞ്ഞതുപോലെ പോയി. ഹരിക്ക് തന്നെ അത്രയും പെട്ടെന്ന് ഒഴിവാക്കാനാണ് തിടുക്കം. അവൾ ഓർത്തു. എടോ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. അവളുടെ മറുപടി കേൾക്കാതെ ഹരി കോൾ കട്ട് ചെയ്തു. ഗൗരിക്ക് പെട്ടെന്ന് വന്ന മാറ്റം ദേവിയും ശ്രദ്ധിച്ചു. അത് ഹരി ഇല്ലാത്തതുകൊണ്ടാവുമെന്ന് അവർ കരുതി. ആ സമയം നന്ദുവാണെങ്കിൽ അഭി കുളിക്കാൻ കയറിയ തക്കം നോക്കി അവൻ്റെ ഫോൺ എടുത്തു. അഭിയോട് അവൻ്റെ പാസ്വേഡ് എന്ന് പറയുമോ? അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്ന് വിളിക്കാനാണെന്ന് നന്ദു വിളിച്ചു പറഞ്ഞു. പെട്ടെന്നൊന്നും ആലോചിക്കാതെ അഭി അവൾക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. അവൾ ആ തക്കം നോക്കി ഹരിയുടെ നമ്പർ അവൻ്റെ ഫോണിൽ നിന്നും എടുത്തു. വാട്സാപ്പിൽ നോക്കിയപ്പോൾ കണ്ടു ഏതോ ഒരു ഓഡിയോ അവൻ ഹരിക്ക് അയച്ചത്. പെട്ടെന്ന് തന്നെ നന്ദു അത് അവളുടെ ഫോണിലേക്ക് അയച്ചു. എന്നിട്ട് അവളുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. ഒന്നും അറിയാത്തതുപോലെ ഫോൺ വെച്ചിട്ട് അവൾ മുറി വിട്ടിറങ്ങി. അപ്പോൾ അവളുടെ ചുണ്ടിലൊരു ഗൂഢസ്മിതമായിരുന്നു. മോനെ അഭിയേട്ടാ, ഇത്രയും നാൾ നിങ്ങൾ കളിച്ചു. ഒന്നും അറിയാത്ത, ഒരു ദ്രോഹവും ചെയ്യാത്ത, ഒരു ഇറുമ്പിനെ പോലെ ഉപദ്രവിക്കാത്ത എൻ്റെ ഗൗരിയെ വെച്ച് അവളെ സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി ഓരോ നിമിഷവും സ്നേഹിച്ച നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചു. ഇത്രയും കളികൾ മതി. ഇനി ഈ നന്ദുവാണ് കളിക്കാൻ പോകുന്നത്. പന്ത് എൻ്റെ കോർട്ടിൽ വന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ നന്ദു ആരാണെന്ന്.
എൻ്റെ ഗൗരിയെ അവളുടെ പാവം ഹരിയേട്ടനെ ഏൽപ്പിച്ചിട്ടേ ഇനി നന്ദുവിന് വിശ്രമമുള്ളൂ. ഗൗരി അബിയോട് പറയുന്ന ശബ്ദരേഖ കേട്ട് നന്ദു ആദ്യമൊന്ന് പകച്ചു. പക്ഷെ പെട്ടെന്നാണ് അവൾ ഓർത്തത്, ഒരു ദിവസം അബിയേട്ടൻ അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് അവളുടെ നമ്പർ മേടിക്കുന്നത്. ഒരുപക്ഷെ അവളോട് സംസാരിച്ച കൂട്ടത്തിൽ അവൾ പറഞ്ഞു പോയതാവും. അപ്പോൾ അബിയേട്ടൻ ഈ വൃത്തികെട്ട കളി തുടങ്ങിയിട്ട് കുറച്ചായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. എങ്ങനെയും ഹരിയേട്ടനിൽ നിന്ന് ഗൗരിയെ അടർത്തി മാറ്റണം, അതുമാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ. ഇതെല്ലാം അയച്ചു കൊടുത്തുകൊണ്ട് പാവം ഹരിയേട്ടനെ പൊട്ടൻ കളിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. എന്തായാലും ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അബിയുടെ ഫോൺ ഒരു തവണ കൂടി എടുക്കേണ്ടി വരും. കാരണം ഈ ഓഡിയോയുടെ പൂർണ്ണഭാഗം കിട്ടിയാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവൾ വേഗം തന്നെ തൻ്റെ ഫോണിൽ ഒരു നിരീക്ഷണം നടത്തി. എന്നാണ് താൻ ഗൗരിയുടെ നമ്പർ അബിയേട്ടൻ അയച്ചു കൊടുത്തതെന്നാണ് അവൾ നോക്കിയത്. കാരണം അന്ന് തന്നെ അബി ഗൗരിയെ വിളിച്ചു കാണും. ആ ഡേറ്റ് വെച്ച് വേഗം ആ ഓഡിയോ കണ്ടെത്തണം. അവൾ ഒന്നുകൂടി അബിയുടെ റൂമിൽ ചെന്നു. അവനപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഊണുമുറിയിൽ നിന്നും സംസാരം കേൾക്കാം. നന്ദുവിൻ്റെ ഫോണെടുത്ത് അൺലോക്ക് ചെയ്തു. എന്നിട്ട് ഓരോ ഫയൽസും ഓപ്പൺ ചെയ്തു. കൃത്യം അവൾ കണക്ക് കൂട്ടിയ ഡേറ്റിൽ തന്നെ അവൻ ഗൗരിയുമായി നടത്തിയ ഫോൺ സംഭാഷണം റെക്കോർഡായി കിടപ്പുണ്ട്. അവൾ വേഗം അതെടുത്ത് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. വാട്സപ്പ് ചാറ്റ് ക്ലിയർ ചെയ്തിട്ട് ഫോൺ വെച്ചിട്ട് അവൾ തൻ്റെ റൂമിലേക്ക് പോയി. ഭാഗ്യത്തിന് ആരും അവിടേക്ക് വന്നതുമില്ല. നന്ദു ആ ഓഡിയോ വീണ്ടും പ്ലേ ചെയ്തു. ഗൗരി, താൻ എന്താണ് മിണ്ടാത്തത്? സത്യം പറ ഗൗരി, ഇയാൾക്ക് ഇഷ്ടമാണോ ഹരിയെ? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കാനാണ് ഞാനിതെല്ലാം അബിയേട്ടനോട് തുറന്നു പറയുന്നത്. അബിയേട്ടൻ എന്നെ ചതിക്കരുത്. എനിക്ക് അയാളോട് പ്രണയമൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ മുഴുവനും അവൾ അവനെ അറിയിച്ചു. ഒരിക്കലും അയാളുമായി ഞാൻ സന്തോഷത്തോടെ ജീവിക്കില്ല. വെറുപ്പായി എനിക്ക്. എന്നോട് മോശമായി പെരുമാറിയതല്ലേ അയാൾ? ഓ അബിയേട്ടാ, ഇനി എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ദൃഢമായ വാക്കുകളായിരുന്നു. ഫോൺ കട്ടായതായി നന്ദു പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇതായിരുന്നു അവൾ സംസാരിച്ചത്. എന്നിട്ട് ആ പാവം ഹരിയേട്ടനിൽ സംശയത്തിൻ്റെ വിത്ത് പാകി കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ആ കൂട്ടുകാരനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവളോട്? ചെറ്റയാണെന്ന് കൂടപ്പിറപ്പിനെ പോലെ വിശ്വസിച്ച ഉറ്റ സുഹൃത്തിനോട് ഈ ചതി ചെയ്തതും പോരാഞ്ഞ് ശരിക്കും ഇവനാണ് ചെറ്റ, അബിയേട്ടൻ. അവനെ അങ്ങനെ വിളിക്കാൻ പോലും തനിക്ക് അറപ്പ് തോന്നുന്നതായി നന്ദുവിന് തോന്നി. എന്തായാലും ഹരിയുടെ നമ്പർ തൻ്റെ ഫോണിലുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. ഗൗരി പറഞ്ഞത് ഹരി ബാംഗ്ലൂർ പോയിരിക്കുകയാണെന്ന്. തിരികെ വരുമ്പോൾ ഹരിയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് മടങ്ങാമെന്ന് അവൾ തീരുമാനിച്ചു. 3 ദിവസം കൂടി സൂര്യചന്ദ്രന്മാരുടെ പിൻബലത്താൽ കടന്നുപോയി. ഹരിയിന്ന് മടങ്ങി വരുമെന്നാണ് അച്ഛൻ കാലത്തെ അറിയിച്ചത്. ഗൗരിയാണെങ്കിൽ അവൻ്റെ വരവും കാത്തിരിക്കുകയാണ്. സന്തോഷവും ദുഃഖവും ഇടകലർന്നുണ്ടായ സമ്മിശ്ര വികാരത്തിൽ കൂടിയാണ് അവൾ ഉഴറി നടക്കുന്നത്. കാരണം ഹരി പറഞ്ഞത് അവൻ പോയി വന്ന ശേഷം അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്നാണ്. ആ ഒരു ഞെട്ടൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തോ എവിടെയോ അവനെ ഒരു നോക്ക് കാണുവാൻ അവളുടെ മനതാരിൽ ഒരാന്തല്. 5 ദിവസമായി ഹരിയൊന്ന് കണ്ടിട്ട്. പക്ഷെ 5 വർഷം കഴിഞ്ഞതുപോലെയാണ് തനിക്ക് തോന്നിയതെന്ന് ഗൗരി ഓർത്തു. അവൻ്റെ ശബ്ദമില്ലാതെ, അവൻ്റെ സാമീപ്യമില്ലാതെ ആ മുറി കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായ നോവ് അതൊരുപാട് വലുതായിരുന്നു. അവൻ്റെ തലയണയിൽ മുഖം പൂഴ്ത്തി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഈ ഒരു രാത്രിയെങ്കിലും സ്വപ്നത്തിലൂടെയെങ്കിലും എൻ്റെ ഹരി ഒന്ന് കടന്നു വരണേന്ന്. പക്ഷെ അതുപോലും ഉണ്ടായില്ല. ഗൗരിമോളെ, മുത്തശ്ശി വിളിച്ചപ്പോൾ ഗൗരി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എൻ്റെ കുട്ടിയെ, നീ ഇതിവിടെ ഒന്നും അല്ലേ? എത്ര നേരമായി ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്? അത് മുത്തശ്ശി, ഞാൻ കണ്ടില്ലായിരുന്നു. ഗൗരി വാക്കുകൾക്കായി ഉഴറി. എൻ്റെ മുത്തശ്ശി, ഇന്ന് ഗൗരിയുടെ ഭർത്താവ് വരും. അവള് അവിടെ ഭർത്താവിനെ കാത്തിരിക്കുക. ആദ്യമായി അനുഭവിച്ച വിരഹവേദനയുടെ ആലസ്യത്തിലാ പെണ്ണിപ്പോഴും.
നീലിമ അവളെ കളിയാക്കി പറഞ്ഞു. എന്റെ നീലിമേ, നിനക്ക് എവിടുന്നാ ഇത്ര സാഹിത്യമൊക്കെ കടന്നു വന്നത്? അവിടേക്ക് വന്ന കണ്ണിനും അത് കേട്ട് ചിരിച്ചു. ഒരു രക്ഷപ്പെടലിനെന്നോണം ഗൗരി ഓടിച്ചെന്ന് നച്ചുവാവെ എടുത്തു. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി. എന്തിനാണ് ഗൗരി ഒളിച്ചോട്ടം? എന്തായാലും നിനക്ക് കാണേണ്ട ആള് ഇന്ന് 4 മണിയാകുമ്പോൾ ഇവിടെ എത്തും, അല്ലേ കണ്ണേട്ടാ? നീലിമ ഉറക്കെ പറയുന്നത് ഗൗരി കേട്ടു. ഓ, അപ്പം 4 മണിയാകും അല്ലേ? ഇനി എത്ര സമയം കൂടി കഴിയണം? ഗൗരി മനസ്സിലോർത്തു. തന്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ ഗൗരി അതാരാണെന്നോർത്ത് ഫോൺ എടുക്കാനായി പോയി. അച്ഛനാണ് വിളിക്കുന്നത്. എന്താണോ ഈ സമയത്ത്? ഇങ്ങനൊരു പതിവില്ലല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് അച്ഛനും അമ്മയും വിളിക്കുന്നത്. മിടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഫോണെടുത്ത് കാതോട് ചേർത്തു. ഹലോ അച്ഛാ. ആ മോളെ ഗൗരി. അച്ഛൻ്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം അവൾ കേട്ടു. തുടരും.